ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക്ക് കിഡ്സ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ക്രീമിലും അതേപോലെ നമ്മൾ കേക്കിൽ വരയ്ക്കുന്ന ഡിസൈൻസിലൊക്കെ എങ്ങനെയാണ് നമുക്ക് ഡ്യുവൽ കളർ 2 കളർ വെച്ചിട്ട് എങ്ങനെ നമ്മുടെ ഡിസൈൻസൊക്കെ വരച്ചെടുക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ക്രീം സ്റ്റിഫായിട്ടിരിക്കാനുള്ള കുറച്ച് ടിപ്സും പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാനിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഈ 2 നോസിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഡിസൈൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. R11 പിന്നെ N2 നോസിലുമാണ്. അപ്പോൾ ഇത് രണ്ടിലും ആണ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിങ്ക് കളറും അതായത് റെഡ് മിക്സ് ചെയ്തിട്ടുണ്ട്, അതേപോലെ വൈറ്റ് കളറുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇതിൽ 2 മെത്തേഡ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതിൽ ഞാൻ ലിക്വിഡ് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ടും നമ്മുടെ ക്രീം നല്ല സ്റ്റിഫാണ്. അപ്പോൾ ചിലർക്ക് ലിക്വിഡ് കളർ യൂസ് ചെയ്യുന്ന സമയത്ത് ക്രീം സ്റ്റിഫ് ആവുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ടിപ്പ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിലോട്ട് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബട്ടർ ക്രീമിൽ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ആ കളറ് നമുക്ക് ഒരേ രീതിയിൽ, അതായത് ഒരു പൈപ്പിംഗ് ബാഗിൽ തന്നെ 2 കളറും മിക്സ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളിത് വിപ്പിംഗ് ക്രീമിൽ ചെയ്യുന്ന സമയത്ത് 2 കളറും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായിട്ട് അത് വൃത്തികേടാവും. അപ്പോൾ നമ്മൾ 2 പൈപ്പിംഗ് ബാഗിൽ ചേർത്ത് കൊടുക്കണം. അതായത് വൈറ്റ് ഒരു പൈപ്പിംഗ് ബാഗിലും പിങ്ക് വേറൊരു പൈപ്പിംഗ് ബാഗിലും ചേർത്തിട്ട് ഇത് 2ഉം കൂടെ നമ്മൾ നോസിലിട്ട പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി വേറൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ പിങ്ക് കളർ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2 സെപ്പറേറ്റ് ബാഗിലാക്കിയിട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ വേറൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ നോസിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് നേരത്തെ നിറച്ച് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം നിറച്ച് വെച്ചിട്ടുള്ള ആ പൈപ്പിംഗ് ബാഗ് ഇതിലോട്ട് ഇട്ടിട്ടാണ് നമ്മൾ പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്രീം ഇങ്ങനെ പൈപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ലൂസായിട്ട് പോകും. നമ്മളൊരു പകുതി 2-3 ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്രീം പകുതിയെങ്കിലും മെൽറ്റായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ മെൽറ്റ് ആവാണ്ടിരിക്കാൻ ഒരു ടിപ്പാണ്, നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്ക് ഒരു ചൂടുണ്ടാവും. ഈ കയ്യിലുള്ള ചൂട് ഈ ഒരു പൈപ്പിംഗ് ബാഗിലോട്ടായിട്ടാണ് നമ്മുടെ ക്രീം പെട്ടെന്ന് മെൽറ്റായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൈപ്പിംഗ് ബാഗ് വേറൊരു കവറിനുള്ളിലാക്കുക. അതായത് 2 കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിൽ നമ്മൾ ഡിസൈൻസ് വരയ്ക്കാൻ വേണ്ടി. നമ്മൾ ഏത് ഡിസൈനാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് വേറൊരു കവർ വെക്കുക. എന്നിട്ട് നമ്മൾ പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൈൻ്റെ ചൂട് പെട്ടെന്ന് ആ ഒരു ക്രീമിലോട്ട് സ്പ്രെഡായിട്ട് ക്രീം ലൂസാവില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡ്യുവൽ കളർ ചെയ്യുന്നതുകൊണ്ടാണ് വേറെ 2 കളറും ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചത്. അപ്പോൾ നിങ്ങൾ സാധാരണ വേറെ ഏതെങ്കിലും ഒരു നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രീമും കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡ്യുവൽ ഡിസൈന് കൊണ്ടുവരാൻ നോക്കാം. ഞാനിപ്പോൾ 2 പൈപ്പിംഗ് ബാഗ് ഓൾറെഡി വെച്ചിട്ടുണ്ട് നോസിലിൻ്റെ ഉള്ളിൽ. എന്നിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ മുമ്പ് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള 2 കളറും ഇതേപോലെ ഇതിനുള്ളിലാക്കി വെക്കുക. ഇതിനുള്ളിലാക്കി വെക്കുന്ന സമയത്ത് 2ഉം ഒരേ രീതിയിൽ, 2ഉം ഒരേ ഒരു പൊസിഷനിൽ തന്നെ വെക്കാൻ നോക്കുക. എന്നിട്ട് വെച്ചതിന് ശേഷം നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് എന്തെങ്കിലും ഒരു പാത്രത്തിലോട്ടോ എന്തെങ്കിലും ഒന്ന് ഇത് പൈപ്പ് ചെയ്ത് നോക്കുക. പൈപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വൈറ്റ് കളറും റോസ് കളറും ഏകദേശം വരുന്ന സമയം വരെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുക. 2-3 പ്രാവശ്യം ഒന്ന് പൈപ്പ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ക്രീം വന്നോളും. ഇതേപോലെ നമ്മൾ പൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഡ്ജിൽ ഒരു പിങ്ക് കളർ വരും, അതേപോലെ അതിൻ്റെ താഴെ ഭാഗത്ത് വൈറ്റ് കളറും വരും. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന കളറിനനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാവും. പിന്നെ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അതിന് ജെൽ കളർ വേണം. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ജെൽ കളർ ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഈ മെത്തേഡ് ഞാൻ കാണിക്കാത്തത്. സാധാരണ നമ്മൾ ഫുള്ള് വൈറ്റ് ക്രീം എടുത്തിട്ട് അതിലൊരു വലിയൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. ആ ഹോൾസിലോട്ട് ഈ ജെൽ കളർ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഡിസൈൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അതുപോലെ നമ്മൾ റോസ് ഇതേപോലെയുള്ള റോസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു വീഡിയോ ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും രണ്ട് രീതിയിൽ നമ്മുടെ കളർ വരുന്നത്. അപ്പോൾ ഇതേപോലെ വേറെ ഡിസൈൻസൊക്കെ നമുക്ക് നോസിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി N2 നോസിൽ വെച്ചിട്ട് നമ്മുടെ റൊസറ്റ റോസൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സാധാരണ നമ്മൾ നോസിൽ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. കാണുമ്പോൾ വേറൊരു ഭംഗി ഉണ്ടാവും. നമ്മളെ വിപ്പിംഗ് ക്രീം ഇതേപോലെ സ്റ്റിഫായിട്ടിരിക്കാൻ വേറൊരു ടിപ്പാണ്. നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ 1 ടീസ്പൂൺ ജെലാറ്റിനും 2 ടേബിൾ സ്പൂൺ തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുതിർന്ന് വരുന്ന സമയത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാത്ത വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ക്രീം നല്ലപോലെ സ്റ്റിഫായിട്ട് വരും. അപ്പോൾ ഒട്ടും നമ്മുടെ ക്രീം സ്റ്റിഫ് ആവാതെ വരുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ക്രീം ഉറപ്പായിട്ടും സ്റ്റിഫായിട്ട് വരും. അപ്പോൾ ഇതേപോലെ ഇനി കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലൊരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.